ഹലോ ഹായ്. ഇന്ന് നമുക്ക് ന്യൂ ഇയർ ആയിട്ട് അടിപൊളി ചിക്കൻ പുലാവ് ഉണ്ടാക്കാം. അപ്പം നമ്മുടെ ബിരിയാണിയും മന്തിയൊക്കെ കഴിച്ച് മടുത്തെങ്കിൽ ഇതുപോലെ ഒരു പുലാവ് ഉണ്ടാക്കി നോക്ക്. അടിപൊളി സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തണുപ്പായതുകൊണ്ടാണ് കേട്ടോ വെളിച്ചെണ്ണയ്ക്ക് ഇങ്ങനെ കട്ടയായിട്ടിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടിയതിന് ശേഷം ഒരു 2 മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത് അതുകൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് എരിവിനായിട്ട് ഒരു 10 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ നമ്മളിതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള ഒരു പൊടികൾ ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ എരിവിനായിട്ട് പച്ചമുളകും കുരുമുളക് പൊടി മാത്രമേ ഉള്ളൂ. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് 1 കിലോ ചിക്കൻ കഴുകി നന്നായിട്ട് വാല വെച്ചതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് നമ്മൾ അടച്ചൊന്നും വെക്കുന്നില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് 2 പുളിയില്ലാത്ത കട്ട തൈര് അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലയാണ് കേട്ടോ അധികം ചേർത്ത് കൊടുക്കേണ്ടത്, പുതിനയില കുറച്ച് മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. തൈര് ചേർക്കുമ്പോൾ തന്നെ കുറച്ച് ലൂസായിട്ടുണ്ട് നമ്മുടെ ഈ ചിക്കൻ്റെ ഗ്രേവി. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ വേണ്ടത് ചൂടുവെള്ളമാണ് കേട്ടോ. 4 കപ്പ് തിളച്ച നല്ല ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അരി എടുത്തിരിക്കുന്നത് 2 കപ്പാണ്. അപ്പോൾ 4 കപ്പ് ചൂടുവെള്ളം വേണം. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഫ്രഷ് ക്രീം. അതൊരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ പുലാവിൻ്റെ രുചി തന്നെ മാറ്റുന്നത് ഈ ഫ്രഷ് ക്രീമാണ് കേട്ടോ. അപ്പോൾ അത് 1/2 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ കഴുകി വാരി വെച്ചിരിക്കുന്ന നമ്മുടെ ബസ്മതി റൈസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. നമ്മൾ നെയ്ച്ചോറിനെ പോലെ തന്നെ ഈ അരി ഒന്ന് വറ്റിച്ചാണ് കേട്ടോ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടി അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ട് ഒന്ന് തുറന്ന് നോക്കിയിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കിയതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. ഫ്രഷ് ക്രീം ചേർക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചിങ്ങനെ ഒട്ടിയതുപോലെ തോന്നും കേട്ടോ. ഒരു 10 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് കുക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ചോറൊക്കെ ഇതിൽ നിന്ന് വിട്ടൊക്കെ വന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിരിക്കും. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഈ ചിക്കൻ പുലാവിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. കണ്ടില്ലേ, നമ്മൾ സർവിങ് പ്ലേറ്റിലേക്ക് ഇട്ട് കാണിച്ചു തരാം. കാരണം അടിപൊളിയായിട്ട് തന്നെ ചോറൊക്കെ നല്ല വേറിട്ടൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ. എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് അടുത്തൊരു നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.